ശ്രീ ഷാബു പ്രസാദ് അദ്ദേഹവും കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഈ മിഷനെ വിലയിരുത്താൻ കഴിയുക? എത്രത്തോളം പ്രാധാന്യമാണ് ഇത് നമുക്ക് നൽകുന്നത് ആധുനിക ശാസ്ത്ര ലോകത്ത്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ അടക്കം, ഇൻ്റർനെറ്റ് അടക്കമുള്ള മേഖലകളിൽ? കാരണം 1972 ശേഷം ഏറ്റവും അടുത്ത് മനുഷ്യൻ എത്തുന്ന ഒരു ദൗത്യമാണല്ലോ. ഏകദേശം 6550 കിലോമീറ്ററോളം അടുത്തുവരെ എത്തി അതിൻ്റെ മറുവശം അടക്കം കൃത്യമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കാൻ കഴിയുന്നത്? ഈ മിഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഭാവിയിലേക്ക് ഒരുപാട് നീണ്ടു കിടക്കുന്നതാണ്. പണ്ടത്തെ അപ്പോളോ മിഷന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു കടുത്ത ശീതസമരത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയും സോവിയറ്റ് യൂണിയനെ ഈ ബഹിരാകാശ യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തുക, അത് മാനവരാശിക്ക് പ്രയോജനം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. അതിനു വേണ്ടിയിട്ട് അവർ ഹ്യൂജ് ഫണ്ട് അതിലേക്ക് പമ്പ് ചെയ്തു. അവരതിൻ്റെ അകത്ത് വിജയിച്ചു. അതവിടെ കഴിഞ്ഞു. പിന്നീട് അതുകൊണ്ടാണ് പിന്നീട് ഈ ദീർഘകാലം ഈ ചന്ദ്രനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതിരുന്നത്. അവരുടെ ശ്രദ്ധ ഇവരുടെയൊക്കെ ശ്രദ്ധ മറ്റ് മേഖലകളിലേക്ക് തിരിഞ്ഞുപോയി. പിന്നീട് സത്യത്തില് എല്ലാ രാജ്യങ്ങളും വീണ്ടും ചന്ദ്രനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് 2008 ഇന്ത്യ നടത്തിയ ചാന്ദ്രയാൻ 1 ദൗത്യത്തിന് ശേഷമാണ്. ആ ചാന്ദ്രയാൻ 1 ചന്ദ്രനിൽ വെള്ളമുണ്ട് എന്ന് കണ്ടെത്തിയത്. സത്യത്തിൽ അതൊരു വലിയ കണ്ടെത്തലായിരുന്നു. കാര്യം അവിടെ ചന്ദ്രനിൽ ചെന്ന് അവിടെ ഉഴുതുമറിച്ച് അവിടെ ആളെ ഇറക്കി മണ്ണും കല്ലും ഒക്കെ കൊണ്ടുവന്ന അമേരിക്കയ്ക്കും, എന്നാൽ ചന്ദ്രനിലേക്ക് റോബോട്ടുകളെ ഇതേ കാര്യങ്ങളൊക്കെ ചെയ്ത റഷ്യയ്ക്കും പോലും കണ്ടെത്താൻ കഴിയാതിരുന്ന ചന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യം നമ്മുടെ ഒരു ചെറിയ പേടകം കണ്ടെത്തി. അതിനുശേഷമാണ് സത്യത്തില് ചന്ദ്രന്റെ പ്രാധാന്യം വീണ്ടും ലോകം ചിന്തിക്കാൻ തുടങ്ങിയത്, ഈ വൻശക്തികളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ചന്ദ്രനിലേക്ക് ചൈന അവരുടെ പേടകത്തെ അയച്ചത്. പിന്നീട് 2030 ചൈന അവിടെ ആളെ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ്, ഇനി മാത്രമല്ല ചന്ദ്രനിൽ ഇതിനിടയ്ക്ക് ഹീലിയം 3 എന്ന് പറയുന്ന വളരെ വലിയ വലിയ ഒരു നിക്ഷേപം അവിടെ ഉണ്ട്. ഹീലിയം 3 അത് സത്യത്തില് വളരെ വലിയ ഒരു ഊർജ സ്രോതസ്സാണ്. ഭൂമിയിൽ അത് ഇല്ല, അബൻഡന്റ് ഇല്ല. എന്നാൽ ചന്ദ്രനിൽ അത് ഒരുപാടുണ്ട്. അടുത്ത ഒരു 100-500 വർഷത്തേക്ക് വേണ്ട ഭൂമിയുടെ മുഴുവൻ ഊർജാവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടത്ര ഹീലിയം 3 ചന്ദ്രനിൽ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതൊക്കെ പരമാവധി ഉപയോഗിക്കുക. അതുപോലെ വളരെ അപൂർവമായ ധാതുക്കൾ അവിടെയുണ്ട്. അത് മാത്രവുമല്ല, ഇവിടേക്ക് ഇനി ഭാവിയിലുള്ള ഗ്രഹാന്തര ദൗത്യങ്ങൾ, ചൊവ്വയിലേക്കൊക്കെയുള്ള ഗ്രഹാന്തര ദൗത്യങ്ങൾ വരുമ്പോൾ ചന്ദ്രനെ ഒരു ഇടത്താവളമായി ഉപയോഗിക്കുക. ചന്ദ്രൻ ഭൂമിയുടെ ഒരേ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഉപഗ്രഹമാണ്, സാറ്റലൈറ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു സ്ഥിരം താവളം സ്ഥാപിക്കുക, അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വരിക, ഗവേഷണങ്ങൾ നടത്തുക. ഇപ്പൊ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കൊക്കെ പോയി വരുന്നില്ലേ, അതേപോലെ ഇങ്ങനെയൊക്കെയുള്ള വളരെ വളരെ ദീർഘമായ ലക്ഷ്യങ്ങൾ ഈ ആർട്ടമിസ് ദൗത്യത്തിന്റെ പിന്നിലുണ്ട്. അതിന്റെ ഒരു ചെറിയ ഭാഗം, ഒരു 5-10% മാത്രമേ ഇതുവരെ പൂർത്തിയായിട്ടുള്ളൂ. ആദ്യം 2022 അവര് ആളില്ലാത്ത ഒരു പേടകത്തിനെ അയച്ച് ഇതേ ട്രാജക്ടറിയിലൂടെ ഇതേ റൂട്ടിലൂടെ ചന്ദ്രനെ ഒന്ന് വലം വെച്ച് അത് തിരികെ ഇവിടെ കൊണ്ടുപോകും. അതിനുശേഷം ഇപ്പൊ 4 മനുഷ്യരെ അയച്ചേക്കുന്നു. അവിടെയും മൂൺ ലാൻഡിങ് അവിടെ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ഇതേപോലെ തന്നെ ഇങ്ങനെ ചന്ദ്രനെ ഒന്ന് വലം വെച്ച് തിരിച്ചു വരിക. പണ്ട് അപ്പോളോ ദൗത്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോളോ 1 മുതൽ 10 വരെയുള്ള ദൗത്യങ്ങളിൽ പല ഘട്ടങ്ങളിലായി മനുഷ്യർ ചന്ദ്രന്റെ തൊട്ടടുത്ത് വരെ എത്തി, 15 കിലോമീറ്റർ വരെ അടുത്തെത്തി തിരിച്ചു പോന്നിട്ടുണ്ട്. അതിനുശേഷമാണ് അപ്പോളോ 11 അവിടെ ആൾക്കാർ ഇറങ്ങിയത്, മനുഷ്യർ ഇറങ്ങിയത്. അതേപോലെ തന്നെ വീണ്ടും അത് ആദ്യം 0 നിന്ന് തന്നെ തുടങ്ങുകയാണത്. അങ്ങനെ അവിടെ അതിനടുത്തെത്തി ചന്ദ്രനെ ഒന്ന് വലം വെച്ച് ചന്ദ്രന്റെ ഫാർ സൈഡ്, നമുക്ക് ഭൂമിയിൽ നിന്ന് ഒരിക്കലും ദൃശ്യമല്ലാത്ത ചന്ദ്രന്റെ ഫാർ സൈഡ്, അങ്ങനെ 50 വർഷത്തിന് ശേഷം മനുഷ്യരാദ്യമായിട്ട് നേരിട്ട് കണ്ടു. അങ്ങനെ പോയി തിരിച്ചു വരികയാണ്. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ പഠിക്കുന്ന, ഉൾക്കൊള്ളേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ആർട്ടമിസ് 3 ദൗത്യത്തിൽ അവിടെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ പോകും.
അത് 2028 നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഈ ദൗത്യത്തിന്റെ ഭാഗമായി ലാൻഡിംഗ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും അതിന്റെ അടുത്ത ദൗത്യം വരുമ്പോഴേക്ക് ചന്ദ്രന്റെ ചുറ്റുമായിട്ട് ഇവിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പോലെ ചന്ദ്രനെ വലം വെക്കുന്ന ഒരു സ്ഥിരം സ്റ്റേഷൻ ഉണ്ടാക്കുക. അതൊരു ഗേറ്റ് വേ ആണ്, ചന്ദ്രനിലേക്കുള്ള മൂണിലേക്കുള്ള ഗേറ്റ് വേ ആയി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ആ പര്യവേഷണങ്ങൾ അങ്ങനെ തുടർന്ന് പോവുക. അതായത് ഭാവിയിലേക്ക് നീണ്ട് കിടക്കുകയാണ്. അപ്പോളോ ദൗത്യങ്ങൾ പോലെ അല്ല. അപ്പം ഇതിന്റെ പ്രയോജനങ്ങൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന, മനുഷ്യരാശിക്ക് ലഭിക്കാൻ പോകുന്ന ചിലപ്പോൾ ഒരു 10, 25, 30 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അന്നൊക്കെ ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് പോലും സംശയമായിരിക്കും. അങ്ങനെയുള്ള ലക്ഷ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ ഈ ഇത്ര വലിയ പുരോഗതിയിലൊക്കെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് ഈ ദൗത്യത്തിലുള്ളത്. മറ്റൊരു കാര്യം, ഈ ദൗത്യം എന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മൾ അങ്ങ് സൂചിപ്പിക്കുകയുണ്ട്, ഇത്രയും കാലത്തിന് ശേഷം പിന്നീട് ഇപ്പോൾ ആണ് ഇങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വയിലേക്കുള്ള അവിടെ വാസമാക്കാൻ വേണ്ടി അവിടെ കോളനിവൽക്കരിക്കുക എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിന്റെ ഒരു ഭാഗമായിട്ട് വേണോ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ? അത് പ്രധാനമായിട്ടും, അതായത് ചൊവ്വയിലേക്കുള്ള ഒരു ബേസ് ക്യാമ്പായി, ഒരു ഇടത്താവളമായി ഇതിനെ ചന്ദ്രനെ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷ്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൂമിയിൽ നിന്ന് നേരിട്ട് ചൊവ്വയിലേക്ക് പോകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടില്ല ചന്ദ്രനിൽ നിന്ന് പോകാനായിട്ട്. അവിടെ ഗുരുത്വാകർഷണം കുറവാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്, ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഒരുപാട് സമയമെടുത്ത് നടക്കേണ്ട കാര്യങ്ങളാണത്. എന്തായാലും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചന്ദ്രൻ ഒരു ഇടത്താവളമായി മാറും. മറ്റൊരു കാര്യം, ഈ തീർച്ചയായിട്ടും എലോൺ മസ്കിന്റെ ഒരു സ്വാധീനം ഉണ്ടാവുക. കാരണം എലോൺ മസ്കിന്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഈ ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതും ഇതിൽ ഒരു ഭാഗമാകും എന്ന് നമുക്ക് കരുതാമോ? അല്ല, തീർച്ചയായിട്ടും അതെ. കാര്യം ഇപ്പം മൂൺ ലാൻഡിങ് ഇതിൻ്റെ അതില്ല, അവിടെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പൊ ഈ പ്രോജക്റ്റിൽ ഇല്ല. അടുത്ത പ്രോജക്റ്റിലാണ് ചന്ദ്രനിൽ മൂണിൽ ലാൻഡ് ചെയ്യുന്നതുള്ളത്. ആ ലാൻഡ് ചെയ്യാനുള്ള ലാൻഡർ എന്ന് പറയുന്നത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഉണ്ടാക്കുന്ന സ്റ്റാർഷിപ്പാണ്. ആ സ്റ്റാർഷിപ്പിലാണ് അവിടെ ഇതൊരു വലിയ അന്താരാഷ്ട്ര സഹകരണം കൂടിയാണിത്. ഇപ്പം ഇതിൻ്റെ അകത്ത് നാസ മാത്രമല്ല ഉള്ളത്. ഇതിന്റെ സർവീസ് മൊഡ്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് എയർബസ് ആണ്, ഫ്രാൻസിലെ എയർബസ് ആണത്. യൂറോപ്യൻ സർവീസ് മൊഡ്യൂൾ എന്നാണ് അതിന് പറയുന്നത് തന്നെ. അതേപോലെ ഇതിന്റെ ലാൻഡർ ഉണ്ടാക്കാൻ പോകുന്നത് സ്പേസ് എക്സ് ആണ്. അങ്ങനെ വലിയ വലിയ സഹകരണങ്ങൾ ഇതിനകത്തൊരു മത്സരത്തിന്റെ പ്രശ്നമില്ല. ഇതിൻ്റെ അകത്ത് സഹകരണമാണുള്ളത്. തീർച്ചയായും സ്പേസ് എക്സിന് വലിയ റോളാണ് ഇതിൻ്റെ അകത്തുള്ളത്. കാര്യം ഇനി വരാൻ പോകുന്ന അടുത്ത ദൗത്യത്തിൽ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്ന ലാൻഡർ സ്പേസ് എക്സിന്റെ മറ്റൊരു കാര്യം കൂടി, നമ്മുടെ രാജ്യത്തിന് ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം പങ്കുവഹിക്കാൻ കഴിയും? എങ്ങനെയാണ് നമ്മുടെ ഇതിനോടുള്ള ഒരു സ്വപ്നങ്ങൾ എന്നാണ് അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? തീർച്ചയായിട്ടും ഒരു സുപ്രധാന ബഹിരാകാശ ശക്തി എന്ന നിലയിൽ ഭാരതത്തിനും വലിയ പങ്ക് ഇതിൻ്റെ അകത്തൊക്കെ വഹിക്കാനുണ്ട്. 2040 ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ത്യയും. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. അതായത് ചന്ദ്രൻ എന്ന് പറയുന്നത്, ബഹിരാകാശം, ചന്ദ്രൻ എന്നൊക്കെ പറയുന്നത് ഒരു രാജ്യത്തിന്റെയും സ്വന്തമല്ല, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. മാനവരാശിക്ക് മുഴുവനും വേണ്ട കാര്യങ്ങളാണത്. അങ്ങനെ ഒരു സുപ്രധാന ബഹിരാകാശ ശക്തി എന്നുള്ള നിലയിൽ, കഴിവ് തെളിയിച്ച, ലോകം ശ്രദ്ധിക്കുന്ന ഒരു ബഹിരാകാശ ശക്തി എന്നുള്ള നിലയിൽ തീർച്ചയായും ഭാരതത്തിന്റെ സഹകരണവും ഇനിയും വരും കാലങ്ങളിൽ ഈ ദൗത്യങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകും. വളരെ നന്ദി അങ്ങ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ചേർന്നതിന്.